BJP ഭരണത്തിന് കീഴിൽ മറ്റെല്ലാ മേഖലകളെയും പോലെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയും അനിശ്ചിതത്വത്തിന്റെയും തകർച്ചയുടെയും പാതയിലാണെന്ന് തുറന്നുകാട്ടുന്നതാണ് ഈ പരീക്ഷാ സമയത്തുണ്ടായ കടുത്ത പ്രതിസന്ധികൾ. തുടർച്ചയായ ക്രമക്കേടുകളും അനാസ്ഥയും രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവതലമുറയുടെ കഠിനാധ്വാനത്തെയും ഭാവിയെയും ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതാക്കി കളഞ്ഞു. CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ സുരക്ഷാ വീഴ്ചകൾ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, COET തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി പുറത്തുവരുന്ന ക്രമക്കേടുകൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നെഞ്ചിൽ തീക്കനൽ കോരിയിട്ടുകൊണ്ടാണ് ഇത്തവണ CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നത്. വിജയ ശതമാനത്തിലുണ്ടായ പെട്ടെന്നുള്ള ഇടിവ്, മാർക്കുകളിലെ ഞെട്ടിപ്പിക്കുന്ന പൊരുത്തക്കേടുകൾ, മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വലിയ തോതിൽ മാർക്ക് കുറഞ്ഞ സാഹചര്യം, അങ്ങനെ ആശയക്കുഴപ്പങ്ങളാൽ കുഴഞ്ഞുമറിഞ്ഞ മൂല്യനിർണ്ണയം വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അപകടകരമായ പ്രത്യാഘാതങ്ങളെ തുറന്നുകാട്ടി. സുതാര്യതയുടെ പേര് പറഞ്ഞ് തിടുക്കത്തിൽ നടപ്പിലാക്കിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് അഥവാ OSM രീതിയും ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യാൻ നൽകിയ കരാറിലെ അഴിമതിയുമാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. പരീക്ഷാ മൂല്യനിർണ്ണയം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ CBSE രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ സംവിധാനമാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ്. ഈ രീതി അനുസരിച്ച് പരീക്ഷ എഴുതി കഴിയുന്ന വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ മുഴുവൻ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കുന്നു. തുടർന്ന് അധ്യാപകർ ഈ ഡിജിറ്റൽ കോപ്പികൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയാണ് മാർക്കിടുന്നത്. കേൾക്കുമ്പോൾ നല്ലതെന്ന് തോന്നുമെങ്കിലും കൃത്യമായ പരിശോധനകളും പരീക്ഷണങ്ങളും നടത്താതെയുള്ള ഈ പ്രവൃത്തി ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. സാങ്കേതിക പിഴവുകളുടെ ഘോഷയാത്ര തന്നെ വിദ്യാഭ്യാസ മേഖല കാണേണ്ടി വന്നു എന്ന് വേണം പറയാൻ. ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഉത്തരക്കടലാസിന്റെ പകർപ്പുകൾക്കായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. പല ഉത്തരക്കടലാസുകളും വായിക്കാൻ പോലും കഴിയാത്ത വിധം മങ്ങിയ രീതിയിലാണ് സ്കാൻ ചെയ്യപ്പെട്ടിരുന്നത്. അധ്യാപകർക്ക് സ്ക്രീനിൽ ഒന്നും വ്യക്തമാകാതിരുന്നതിനാൽ അവർ അർഹതപ്പെട്ട മാർക്കുകൾ നൽകാതെ പോയി. വിദ്യാർത്ഥികൾ എഴുതിയ സപ്ലിമെന്ററി ഷീറ്റുകളും പ്രധാന പേജുകളും സ്കാനിങ്ങിൽ വിട്ടുപോയി. ചില ഉത്തരക്കടലാസുകളിൽ പകുതി പേജുകൾ മാത്രമാണ് മൂല്യനിർണ്ണയത്തിന് ലഭ്യമായത്. ഒരാളുടെ റോൾ നമ്പറിൽ മറ്റൊരാളുടെ ഉത്തരക്കടലാസ് ടാഗ് ചെയ്യപ്പെടുന്നു. അർഹതപ്പെട്ട ചോദ്യങ്ങൾക്ക് 0 മാർക്ക് ലഭിച്ച അവസ്ഥയും നിരവധി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചു. റീവാലുവേഷനായി വിദ്യാർത്ഥികൾ ആശ്രയിച്ച വെബ്സൈറ്റുകളിൽ തുടർച്ചയായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇനിയും തീരുന്നില്ല ഈ സുരക്ഷാ വീഴ്ചകൾ. CBSE സൂക്ഷിച്ചു വെച്ച ഉത്തരക്കടലാസുകൾ ആർക്കും കാണാൻ കഴിയുന്ന വിധത്തിലാണെന്ന് 19കാരനായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വ്യക്തമാക്കി. ആമസോൺ കമ്പനിയുടെ ക്ലൗഡ് സ്റ്റോറേജ് സേവനമായ AWS ബക്കറ്റ് വഴിയാണ് CBSE ഉത്തരക്കടലാസുകൾ സൂക്ഷിച്ചിരുന്നത്. ഇതിന് പാസ്വേഡ് നൽകിയിട്ടില്ലാത്തതിനാൽ ഇന്റർനെറ്റ് കണക്ഷനുള്ള ആർക്കും ഉത്തരക്കടലാസുകൾ പരിശോധിക്കാൻ സാധിക്കും. ഒടുവിൽ 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലും നടത്തിപ്പിലും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് CBSE കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. പേജുകൾ സ്കാൻ ചെയ്യാനും സോഫ്റ്റ്വെയർ നിയന്ത്രിക്കാനുമുള്ള കരാർ നൽകിയതിലാണ് ഏറ്റവും വലിയ അഴിമതി ആരോപണം ഉയരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ COEMT EduTech എന്ന കമ്പനിക്കാണ് CBSE ഈ വലിയ ചുമതല നൽകിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായ TCSന് കരാർ നൽകാതെയാണ് COEMTനെ ബോർഡ് തിരഞ്ഞെടുത്തത്. ഉത്തരക്കടലാസ് സ്കാൻ ചെയ്യുന്നതിനും സോഫ്റ്റ്വെയർ ലഭ്യമാക്കുന്നതിനും TCS ആവശ്യപ്പെട്ടതിനേക്കാൾ കുറവ് തുക COEMT പറയുകയായിരുന്നു. ഇത് ഗുണനിലവാരമില്ലാത്ത സ്കാനിങ്ങിന് കാരണമായെന്നാണ് ആരോപണം. വിമർശനങ്ങൾ ശക്തമായപ്പോൾ കേംബ്രിഡ്ജ് സർവകലാശാല പരീക്ഷകളിൽ ഈ OSM രീതി വിജയകരമായി പിന്തുടരുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരും CBSE ഉയർത്തിയ പ്രധാന വാദം. വർഷങ്ങളായുള്ള ട്രയൽ റണ്ണുകൾക്കും ഉയർന്ന നിലവാരമുള്ള 300 DPI സ്കാനിംഗ് സാങ്കേതികവിദ്യ ഉറപ്പാക്കിയ ശേഷവുമാണ് കേംബ്രിഡ്ജ് പോലുള്ള വിദേശ സർവകലാശാലകൾ ഈ രീതി നടപ്പാക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെയുള്ള തികച്ചും ബാലിശമായ വാദം. ഇന്ത്യയിലാകട്ടെ അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം പോലും നൽകിയിരുന്നില്ല. തങ്ങൾക്കുണ്ടായ പരാജയം മറച്ചുവെക്കാനുള്ള തന്ത്രമാണിതെന്ന് ആർക്കും മനസ്സിലാകും. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ ബോർഡ് പരീക്ഷകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് കരിനിഴൽ വീഴ്ത്തുന്നത്. കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ COET-യിലുണ്ടായത് മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ പിടിപ്പുകേടിന് വലിയ വില നൽകേണ്ടി വരുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെ നിരന്തരം വഞ്ചിക്കുകയും അവരുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ തകർക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ അപക്വമായ പരീക്ഷണശാലകളായി മാറ്റുകയാണ്. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തി ശാസ്ത്രത്തെ എതിർത്തുകൊണ്ട് ഇരുണ്ട കാലത്തേക്ക് കൊണ്ടുപോകുന്ന കേന്ദ്ര സർക്കാർ അജണ്ടയാണ് വെളിവാകുന്നത്.